വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ റമദാനിൽ നമ്മൾ ഏറ്റവും അധികരിപ്പിക്കേണ്ടത് എന്താണ്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇസ്തക്സിറൂ മിൻ അർബഇ ഖിസാൽ ഫി റമദാൻ. റമദാനിൽ നിങ്ങൾ 4 കാര്യങ്ങൾ ധാരാളമായി അധികരിപ്പിക്കണം. അതിൽ ഖസ്ലത്താനി 2 കാര്യങ്ങൾ, ഷഹാദ വൽ ഇസ്തിഗ്ഫാർ. ഷഹാദത്തും ഇസ്തിഗ്ഫാറുമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് ധാരാളമായി അധികരിപ്പിക്കണം. നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ചൊല്ലുന്നതിന് പകരം ഇത് നമ്മൾ ഒഴിവുള്ള എല്ലാ നേരങ്ങളിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും, പുരുഷന്മാർ എന്ത് വേലകൾ പകൽ സമയങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ തൊഴിലിനിടയിൽ, സ്ത്രീകൾ അവരുടെ വീടുകളിൽ അവർ ഭക്ഷണം പാകം ചെയ്യുകയോ മറ്റെന്തെങ്കിലും വേലകൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും അതിനിടയിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഈ ഷഹാദത്തും ഇസ്തിഗ്ഫാറും ധാരാളമായി അധികരിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഷഹാദത്ത് എന്ന് പറയുന്നത് അത് നമ്മളുടെ ഈമാനിനെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിലുള്ള തൗഹീദ് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് പാപമോചനത്തെ തേടുന്നതാണ്. ഈ 2 കാര്യങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നതിന് വിശുദ്ധമായ റമദാൻ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അല്ലാഹു തആല ഇത് തന്നിരിക്കുന്നത്. വഖസ്ലത്താനി, മറ്റു 2 കാര്യം എന്ന് പറയുന്നത് ഇദ്ഖാലുൽ ജന്ന വ ഇആദതു മിനന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വ അഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഒരു ദിവസം 3 പ്രാവശ്യം സ്വർഗത്തെ ചോദിച്ചാൽ അവനിക്ക് അല്ലാഹു തആല സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന്. 3 പ്രാവശ്യം അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം നൽകണേ, എനിക്ക് നീ സ്വർഗം നൽകണേ എന്ന്, സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചാൽ അവൻ സ്വർഗാവകാശിയായി തീരുമെന്നാണ് പഠിപ്പിക്കുന്നത്. ഇത് ധാരാളമായിട്ട് റമദാനിൽ ഇദ്ഖാലുൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു റബ്ബേ, വ അഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുന്നുവല്ല എന്ന ഈ ഒരു ദുആ എല്ലാ സമയങ്ങളിലും ധാരാളമായി അധികരിപ്പിക്കാൻ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിശുദ്ധമായ റമദാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ 4 കാര്യങ്ങൾ തന്നെയാണ്. ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും കിടക്കുമ്പോഴും എല്ലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ